നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടിക്കഥയാണ്. ആ നാടോടിക്കഥ ഇതാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിയമം നിലനിന്നതായി പറയപ്പെടുന്നു. ആ നിയമം ഇതാണ്: അധ്വാനിക്കാൻ കഴിയാത്ത ചുക്കിച്ചുളിഞ്ഞ വയോവൃദ്ധന്മാരെ മക്കൾ ചുമന്നുകൊണ്ടുപോയി കാട്ടിൽ ഉപേക്ഷിച്ച് കളയണം. ഈ നിയമം അന്ന് ജപ്പാനിലെ രാജാവിൻ്റെ നിയമമാണ്. ആ നിയമം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണിത്. അച്ഛനെ പ്രാണനതുല്യം സ്നേഹിച്ചിരുന്ന ഒരു മകൻ തൻ്റെ അച്ഛൻ വാർദ്ധക്യം പിടിപെട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ലാത്ത ആ ഘട്ടത്തിൽ പിതാവിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളയുവാനുള്ള സാഹചര്യം വന്നുപെട്ടു. മകനാകട്ടെ അതിനല്പം പോലും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ രാജകോപമുണ്ടാകുമല്ലോ എന്നവൻ ഭയപ്പെട്ടു. എന്താണ് ചെയ്യുക? അവൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറയുകയാണ്. എങ്കിലും രാജാവിനെ ഭയന്ന് അവൻ അച്ഛനെ മുതുകിലേറ്റി ചുമന്നുകൊണ്ട് കാട്ടിലേക്ക് പോയി. ഇറക്കിവിടേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവൻ്റെ ശരീരം വിറച്ചു, ഹൃദയം ആർദ്രമാകി. അച്ഛൻ ഇവിടെ കിടന്ന് ആരോരുമില്ലാതെ നരകിച്ചു മരിക്കേണ്ടി വരുമല്ലോ എന്നവൻ ഓർത്തപ്പോൾ അവന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എന്തു സംഭവിച്ചാലും വേണ്ടില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അവൻ അച്ഛനെയും ചുമന്നുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ പിന്നിൽ ഗുഹ പോലെ ഒരു ഒളിസങ്കേതം ഉണ്ടാക്കിയിട്ട് ആരും കാണാതെ അവൻ അച്ഛനെ അതിനുള്ളിൽ സുഖമായി പാർപ്പിച്ചു. ദിവസവും അവിടെ കൊണ്ടുപോയി അവൻ അച്ഛന് വേണ്ടുന്ന ഭക്ഷണം കൊടുത്തു. ഒരു ദിവസം രാജാവ് ആ നാട്ടിൽ വിചിത്രമായൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന ഇതാണ്: പ്രജകൾ ഓരോരുത്തരും ചാരം കൊണ്ട് ഓരോ കയർ വിരിച്ചു കൊണ്ടുവരണം എന്നതായിരുന്നു ആ വിളംബരം. ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. ചാരം കൊണ്ട് കയർ വിരിക്കുകയോ? രാജാവിനെന്താ ഭ്രാന്തു പിടിച്ചോ? ആളുകൾ മനസ്സിൽ വിചാരിച്ചു. ഇതേപ്പറ്റി കേട്ടറിഞ്ഞ അച്ഛൻ മകനോട് പറഞ്ഞു: മകനെ, നീ ഒരു കയറെടുത്ത് മുറുക്കി പിടിച്ചതിനു ശേഷം അത് പലകപ്പുറത്ത് വെച്ച് കത്തിക്കുക. മകൻ അച്ഛൻ പറഞ്ഞതുപോലെ കയറെടുത്ത് മുറുക്കി പിരിച്ച് പലകപ്പുറത്ത് വെച്ച് കത്തിച്ചപ്പോൾ ഒരു ചാരക്കയർ അവശേഷിച്ചു. അതെടുത്തുകൊണ്ടുപോയി അവൻ രാജാവിനെ കാണിച്ചു. രാജാവ് അവനെ പ്രശംസിക്കുകയും സമ്മാനം നൽകി അവനെ യാത്രയാക്കുകയും ചെയ്തു. മറ്റൊരു ദിവസം, കുറേ നാൾ കഴിഞ്ഞ് മറ്റൊരു ദിവസം രാജാവ് ഒരു മരക്കൊമ്പ് കൊടുത്തിട്ട് അതിൻ്റെ തല ഏത് കട ഏതെന്ന് അവനോട് ചോദിച്ചു. അവനത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്ന് അതേപ്പറ്റി ആരാഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു: അത് വെള്ളത്തിലിട്. അല്പം പൊങ്ങി നിൽക്കുന്ന ഭാഗം തല, അല്പം താഴ്ന്നു നിൽക്കുന്ന ഭാഗം കട. മകനും അപ്രകാരം ചെയ്തു നോക്കി. രാജാവിനോട് അവൻ ഉത്തരം പറയുകയും ചെയ്തു. ഇത്തരുണത്തിൽ നൂലാമല പിടിച്ച ഒരു ചോദ്യം രാജാവ് വീണ്ടും അവതരിപ്പിച്ചു. ആളുകളെല്ലാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമായി. ആ ചോദ്യം ഇതാണ്: കൊട്ടാതെ താളം പിടിക്കാതെ മേളം കേൾപ്പിക്കുന്ന ഒരു വാദ്യോപകരണം നീ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അപ്പോൾ അത് ഓരോരുത്തരിങ്ങനെ പരിശ്രമമായി. ആർക്കും സാധിച്ചില്ല. ഇയാൾ തൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു: നീ കടയിൽ പോയി കുറച്ച് തോലും കാട്ടിൽ പോയി ഒരു തേനീച്ചക്കൂടും നീ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് തേനീച്ചകളെ അകത്തു വെച്ച് നീ ഒരു വാദ്യോപകരണം ഉണ്ടാക്കുക. മകൻ അപ്രകാരം വാദ്യോപകരണം ഉണ്ടാക്കിയിട്ട് അതും എടുത്തുകൊണ്ട് രാജസന്നദ്ധിയിലേക്ക് പോയി. രാജാവ് ആ വാദ്യോപകരണം കയ്യിൽ വാങ്ങിയ ഉടൻ അതിലുണ്ടായിരുന്ന തേനീച്ചകൾ പ്രകമ്പിതരായി നാലുപാടും പറന്നു. ഇരുവശത്തും ഇടിച്ച് ശബ്ദമുണ്ടാക്കി. ഇത് കണ്ട് ആശ്ചര്യഭരിതനായ രാജാവ്: നീ എങ്ങനെയാണ് കീറാമുട്ടികളായ എൻ്റെ 3 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ചതെന്ന് അവനോട് ചോദിച്ചു. അവനൊന്നും മറച്ചുവെക്കാതെ ഉണ്ടായ സംഭവമെല്ലാം രാജാവിൻ്റെ തിരുമുമ്പിൽ ഉണർത്തിച്ചു. തിരുമേനി, പ്രായം കൊണ്ട് ഞാൻ വളരെ ചെറുപ്പമാണ്. അവൻ പറയുകയാണ്: യാതൊരു ജീവിതാനുഭവങ്ങളും എനിക്കില്ല.
ഈ 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിവൈഭവമോ അറിവോ എനിക്കില്ല. ഇക്കാര്യത്തിൽ എന്നെ സഹായിച്ചത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ തന്നോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യാവസ്ഥ അറിയിച്ചിട്ട് അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സ് അലിഞ്ഞു. അടുത്ത ദിവസം രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവ് പുറപ്പെടുവിച്ച കൽപ്പന പ്രകാരമാണ്: ഇന്നു മുതൽ ആരും തന്നെ തങ്ങളുടെ വൃദ്ധരായ പിതാക്കന്മാരെ കാട്ടിൽ കൊണ്ടുപോയി വിടേണ്ടതില്ല. അവരെ മരണം വരെ യാതൊരു അല്ലലുമില്ലാതെ സംരക്ഷിക്കണമെന്നും രാജാവ് ഈ കൽപ്പനയിലൂടെ വിളംബരം ചെയ്തു. അന്നു മുതൽ വൃദ്ധന്മാർ തങ്ങളുടെ മക്കളോടൊപ്പം മരിക്കുന്നതുവരെ സന്തോഷപൂർവ്വം ജീവിക്കുകയും ചെയ്തു. ഇത് ജപ്പാനിലെ ഒരു നാടോടി കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.